ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ എല്ലാവരും വിചാരിക്കും ഞാൻ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റിന്റെ റിവ്യൂ പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നതെന്ന്. പക്ഷെ അല്ല കേട്ടോ, ഒരു ഹാപ്പി ന്യൂസ് പറയാൻ വേണ്ടിയിട്ടാണ്. കുറേ നാളത്തെ നമ്മുടെ പരിശ്രമത്തിന്റെ ഒടുവിലായിട്ട് നമുക്ക് 10,000 സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. മാത്രമല്ല ഇത് കുറച്ചായി 10,000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ട്. പക്ഷെ എനിക്കത് നിങ്ങളിലൂടെ ഷെയർ ചെയ്യാനായിട്ട് ഒരു സാവകാശം അല്ലെങ്കിൽ ഒരു സമയം, ഒരു ഗ്യാപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ ഷെയർ ചെയ്യാതിരുന്നത്. അപ്പൊ നമുക്ക് ഇപ്പം കറക്റ്റ് ഒരു സാഹചര്യം കിട്ടിയപ്പോൾ എന്നാ പിന്നെ അങ്ങ് വീഡിയോ എടുത്ത് നിങ്ങളുടെയും കൂടി ഷെയർ ചെയ്യാം. മാത്രമല്ല ആ ഒരു സന്തോഷം പങ്കുവെക്കാം എന്ന് വിചാരിച്ചിട്ടാണ് മെയിനായിട്ട് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഒരുപാട് നന്ദിയുണ്ട്. മാത്രമല്ല ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെയാണ് എനിക്ക് 10,000 സബ്സ്ക്രൈബേഴ്സ് ആയത്. വേറൊന്നും കൊണ്ടല്ല, അതിന് ഒരുപാട് ആൾക്കാർ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മെയിനായിട്ടും ആതിര എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ടെസ ചാർലി കൊല്ലം എന്നാണ് ഇൻസ്റ്റാ പേജ്. അതേപോലെ തന്നെ ടെസ ചാർലി എന്നാണ് യൂട്യൂബിലെ പേര്. പുള്ളിക്കാരി ചെയ്യണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പെറ്റ്സിന്റെ ഒക്കെ, അതായത് ഡോഗ്സ്, മെയിനായിട്ട് ഡോഗ്സിന്റെ ആണ്. പെറ്റ്സിന്റെ ഒക്കെ റിവ്യൂസ്, അതേപോലെ തന്നെ ഏതൊക്കെ തരം പെറ്റ്സുകളാണ് അതിന്റെയൊക്കെ ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് ആ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. അതുമല്ല, വൺസ് ആളുടെ ചാനലും ഇതേപോലെ ഫുള്ളി മോണിറ്റൈസേഷൻ ആയ സമയത്ത് എന്തൊക്കെ ചെയ്തിട്ടാണ് ഫുള്ളി മോണിറ്റൈസേഷൻ ആയത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറച്ച് യൂട്യൂബ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സും കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ടും ആളുടെ ചാനലുള്ളത്. അപ്പൊ ആ ചാനൽ കയറി കാണാൻ മറക്കരുത്. ആളെനിക്ക് ഭയങ്കര മോട്ടിവേഷൻ ആയിരുന്നു കേട്ടോ, ഒട്ടും നമുക്ക് പറയാനില്ല. നല്ല മോട്ടിവേഷൻ ആയിരുന്നു. അതുപോലെ തന്നെ മോട്ടിവേറ്റ് ചെയ്ത ഒരാളാണ് എൻ്റെ ഹസ്ബൻഡ്. കാരണം ഇപ്പൊ ഞാൻ ഈ പിടിച്ചേക്കുന്ന മൈക്ക് വരെ എനിക്ക് ഹസ്ബൻഡാണ് വാങ്ങിച്ചത്. അത്ര മോട്ടിവേഷൻ ഉണ്ട്. മാത്രമല്ല നല്ല സപ്പോർട്ടും ആണ് ആള്. പിന്നെ റിംഗ് ലൈറ്റ് അങ്ങനെ, അപ്പം യൂട്യൂബിന് വേണ്ടുന്ന ഒരു സാഹചര്യം ഒക്കെ ഒരുക്കി തരുന്നത് മെയിനായിട്ടും എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ്. അപ്പൊ അതുകൊണ്ടിട്ട് എനിക്ക് എന്താ പറയാ, സത്യം പറഞ്ഞ എക്സൈറ്റ്മെന്റും ആണ്. എന്നാ അതെങ്ങനെയാണ് പറയേണ്ടതെന്നുള്ളത് എനിക്ക് ഒരു പിടിയില്ലാണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാല്. അപ്പൊ അതുകൊണ്ട് നിങ്ങളോട് വളരെ നന്ദിയുണ്ട്. ഇനിയും അങ്ങോട്ടേക്ക് സപ്പോർട്ട് ചെയ്യണം. മാത്രമല്ല ഇതുപോലുള്ള ലോങ് വീഡിയോസ് ഞാൻ മാക്സിമം ഇടാൻ ശ്രമിക്കാം കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്കതൊരു, ഈ പറഞ്ഞ പോലെ ലോങ് വീഡിയോസ് എന്ന് പറയുമ്പോൾ യൂട്യൂബ് ഷോർട്സ് പോലെ അല്ലല്ലോ. എന്തായാലും ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യത്തെ പറ്റി സംസാരിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നമ്മൾ ഇരുന്ന് തന്നെ സംസാരിക്കണമല്ലോ. അപ്പൊ അതിന് നല്ല സമയം എടുക്കും. അപ്പൊ അതൊക്കെ കൊണ്ടിട്ടാണ്, അപ്പൊ നമുക്ക് അതിനുള്ള സാവകാശം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതൊക്കെ കൊണ്ടിട്ടാണ് എടുക്കാൻ പറ്റാത്തത്. അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് മാക്സിമം ഞാൻ ലോങ് വീഡിയോസ് എടുക്കാനായിട്ട് ഞാൻ ശ്രമിക്കാം. ലോങ് വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്യാനും ശ്രമിക്കാം. അപ്പൊ നിങ്ങൾ എന്നോട് ചെയ്യുന്ന ആ ഒരു സ്നേഹവും അതേപോലെ തന്നെ ആ ഒരു സപ്പോർട്ടും കാര്യങ്ങളും തുടർന്നും ഉണ്ടാവണം എന്നുള്ളൊരു ഒറ്റ കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ വേറൊരു ഇമ്പോർട്ടന്റ് കാര്യം പറയാനുള്ളത്, അത് അപ്കമിങ് ആയിട്ട് വരുന്ന യൂട്യൂബേഴ്സിനോടാണ് മെയിനായിട്ടും. ഒരുപാട് ആൾക്കാർ പുതുതായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നവരുണ്ട്. അപ്പൊ എനിക്ക് അവരോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് ആൾക്കാർ നമുക്ക് നെഗറ്റീവ് പറയാനായിട്ടും ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും. സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ വളരെ ചുരുക്കമാണ്. അപ്പൊ അതുകൊണ്ടിട്ട് ഈ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ മാത്രം നമ്മൾ കൂട്ടുപിടിക്കുക, അല്ലെങ്കിൽ അവരായിട്ട് മാത്രം ഒത്തുചേർന്ന് നിൽക്കുക. നെഗറ്റീവ് പറയുന്ന ആൾക്കാരെ പറഞ്ഞോട്ടെ, പൊയ്ക്കോട്ടെ, നമ്മളൊരു മൈൻഡ് ചെയ്യണ്ട. നമുക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത് നമ്മൾ അത് ചെയ്യാം മാക്സിമം. ഞാൻ എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്നും കൂടിയാണ് കേട്ടോ പറയണത്. കാരണം എന്നെ സംബന്ധിച്ച് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെക്കാട്ടിലും കൂടുതൽ നെഗറ്റീവ് പറയുന്ന ആൾക്കാരാണ്. ഇതൊക്കെ എന്തിനാണ്, ഇപ്പൊ ഒരുപാട് ആൾക്കാർ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്, ഇതൊക്കെ ക്ലച്ച് പിടിക്കോ, ഇതൊക്കെ വെറുതെയാണ്, അങ്ങനെയൊക്കെ പറയാൻ ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുക. അതിന് എന്ത് നെഗറ്റീവ് വന്നാലും നെവർ മൈൻഡ്. ആ ഒരു കാര്യത്തോട് കൂടി തന്നെ മുമ്പോട്ട് പോവുകയാണെങ്കിൽ വൺസ് ഇൻ എ വൈൽ നമ്മൾ ക്ലച്ച് പിടിച്ചിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ സെറ്റ് ആവും എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി മാത്രം മുന്നോട്ട് പോവുക. ഈ ഒരു ടിപ്പ് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇപ്പൊ ഈ എടുക്കുന്ന വീഡിയോ ആണെങ്കിൽ കൂടി ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ്, അല്ലെങ്കിൽ ഒട്ടും പ്രിപ്പയർ എന്നല്ല, ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടാ. അപ്പൊ അതുകൊണ്ട് ഒരുപാട് സന്തോഷമുണ്ട് 10,000 സബ്സ്ക്രൈബേഴ്സ് ആയതിന്. ഇനി ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഇനിയും ആകട്ടെ. ഇപ്പം മൊത്തം പറയുകയാണെങ്കിൽ 10,076 സബ്സ്ക്രൈബേഴ്സ് ആണ് ഇപ്പം മൊത്തത്തിലുള്ളത്. അപ്പൊ ഇനിയും നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. കുറെ ആയി ഇങ്ങനെ പറയണമെന്ന് വിചാരിക്കുന്നു, പക്ഷെ ഞാൻ പറയില്ല, അതിനുള്ള സാവകാശം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.